വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെയായിട്ടാണ് ഇന്നലെ CPIM-ന്റെ ഒരു ഫണ്ട് പിരിവ് ഉണ്ടായിരുന്നു. അതിലെ പണം എവിടെയെന്നൊക്കെ ചോദിച്ചത് അവർ ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഉടൻ തന്നെ CPM അതിന്റെ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടു. അതുകൊണ്ടല്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. അതിന് നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഇത് കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഈ കാര്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പോൾ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് വെട്ടിയ ആളുകളാണ് ഈ ഭാഗം പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടിയവരെയാണ് ഈ കാര്യം പറയുന്നത്. ഓരോരാൾ ചോദിക്കുന്നതാണോ അല്ല 5 പേര് ഒന്ന് ചോദിക്കുന്നത്? ഞാൻ എന്തായാലും ഇന്നിപ്പം കൊല്ലത്ത് ചോദ്യം ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടായിരുന്നു. അറിയാമെന്നറിയില്ല. ആ മാധ്യമപ്രവർത്തകന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും 5 പേര് ഒന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് ഉത്തരം പറയും. 5 പേരും ചോദിച്ചോ, ഏത് രീതിയും ചോദിച്ചോ, മനസ്സിലായില്ലേ? പക്ഷേ കൊല്ലത്തൊരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചിരുന്നു. അവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്നെ പ്രകോപിപ്പിച്ച് CM ഇറങ്ങിപ്പോയ പോലെ, മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയ പോലെ ഞാൻ രൂക്ഷമായി പ്രതികരിച്ചിട്ട് പോകണം. അപ്പോൾ സതീശനും അതുപോലെ ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറെ ദിവസത്തിൽ പിള്ളേർ വന്നിട്ട് ചോദിച്ചത് ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചെയ്യും, അല്ലാത്ത ചോദ്യത്തിനുള്ള മറുപടിയില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് കൃത്യമായി നിങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പദ്ധതിയിൽ മാനിഫെസ്റ്റോയെ കുറിച്ച് കൊല്ലത്തൊരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചിരുന്നു. അവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ?